9 മാസത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ഭൂമിയിൽ കാലുകുത്തിയിരിക്കുകയാണ്. സ്പേസ് എക്സിന്റെ ക്രൂ 9 ഡ്രാഗൺ പേടകത്തിലായിരുന്നു ഫ്ലോറിഡയ്ക്കടുത്തുള്ള അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നാസയുടെ ബഹിരാകാശ പര്യവേഷക സംഘം സുരക്ഷിതമായി തിരിച്ചിറങ്ങിയത്. വിജയകരമായ ദൗത്യത്തിന് പിന്നാലെ സംഘത്തിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും അഭിനന്ദന പ്രവാഹമാണിപ്പോൾ. നിങ്ങളെ ഭൂമി ഏറെ മിസ് ചെയ്തെന്നായിരുന്നു സുനിതയെ പ്രത്യേകം പേരെടുത്ത് പറഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. സുനിതയ്ക്കൊപ്പമുള്ള സ്വന്തം ഫോട്ടോ പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം. കഴിഞ്ഞ ദിവസം സുനിതയ്ക്ക് വൈകാരികമായൊരു കത്തും മോദി എഴുതിയിരുന്നു. അവരെ ഇന്ത്യയുടെ മകളെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി രാജ്യത്ത് സ്വീകരണം ഒരുക്കാനുള്ള താല്പര്യവും അറിയിച്ചിട്ടുണ്ട്. ഇതേസമയം മോദിയെ മറ്റു ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ് കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷം. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കൊല്ലപ്പെട്ട ഹരേൻ പാണ്ഡ്യയുടെ അനന്തരവളാണ് സുനിത എന്നാണ് കോൺഗ്രസ് കേരള ഘടകത്തിന്റെ എക്സ് ഹാൻഡിൽ ഓർമ്മിപ്പിക്കുന്നത്. മോദിയെ വെല്ലുവിളിക്കുകയും ഗുജറാത്ത് കലാപത്തിൽ അദ്ദേഹത്തിനെതിരെ രഹസ്യമൊഴി കൊടുക്കുകയും ചെയ്തയാളാണ് ഹരേൻ എന്നും ഇതിന് പിന്നാലെയാണ് ഹരേൻ കൊല്ലപ്പെടുന്നതെന്നും പോസ്റ്റിൽ പറയുന്നു. 2007 ഏറ്റവും പ്രശസ്തിയായ വിദേശി ഗുജറാത്തി ആയിരുന്നിട്ടും സുനിതയെ അവഗണിച്ചയാളാണ് ഇപ്പോൾ അവരെ വലിയ കാര്യമാണെന്ന് ലോകത്തെ കാണിക്കാൻ ശ്രമിക്കുന്നതെന്നും എക്സ് പോസ്റ്റിൽ ആരോപിക്കുന്നുണ്ട്. 2007 ഒരു ടെലഗ്രാഫ് റിപ്പോർട്ടിന്റെ സ്ക്രീൻഷോട്ടും ഇതോടൊപ്പം പങ്കുവച്ചിട്ടുണ്ട്. ബഹിരാകാശ യാത്ര കഴിഞ്ഞ് മടങ്ങിയെത്തിയ സുനിതയെ അന്ന് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി അഭിനന്ദിക്കുകയോ നാട്ടിലെത്തിയപ്പോൾ സ്വീകരണം ഒരുക്കുകയോ ചെയ്തില്ലെന്നാണ് 2007 ജൂൺ 21 ടെലഗ്രാഫ് ഇന്ത്യ റിപ്പോർട്ടിൽ പറയുന്നത്. സുനിതയുടെ കുടുംബ ബന്ധമാണ് ഇതിന് കാരണമെന്ന് റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. ഗുജറാത്ത് ആഭ്യന്തരമന്ത്രിയും BJPക്ക് അകത്തെ മോദിയുടെ എതിരാളിയുമായ ഹരേൻ പാണ്ഡ്യയുടെ അനന്തരവളാണ് സുനിത വില്യംസ്. 2003 ഹരേനിന്റെ കൊലപാതകത്തിൽ മോദിക്ക് പങ്കുണ്ടെന്ന് പിതാവ് വിത്തൽഭായ് പാണ്ഡ്യ ആരോപിച്ചിരുന്നുവെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മാനസികമായും ഹരേനിന് ഏറെ അടുപ്പമുള്ളയാളായിരുന്നു സുനിതയെന്ന് പിതാവ് പറയുന്നുണ്ട്. അമേരിക്കയിൽ താമസമാക്കിയ സുനിത വില്യംസ് അവസാനമായി ഗുജറാത്തിലെത്തുന്നത് 1998 ഹരേൻ പാണ്ഡ്യയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വേണ്ടിയാണ് അന്ന് അവർ വരുന്നത്. തെരഞ്ഞെടുപ്പ് വിജയാഘോഷത്തിൽ പങ്കെടുത്ത ശേഷമാണ് സുനിത മടങ്ങുന്നതെന്നും മിത്തൽഭായിയെ ഉദ്ധരിച്ച് റിപ്പോർട്ട് പരാമർശിക്കുന്നുണ്ട്. 2007 സെപ്റ്റംബറിലാണ് സുനിത രണ്ടാമതായി ഗുജറാത്തിലെ ബന്ധുക്കളെ കാണാനെത്തുന്നത്. ബഹിരാകാശ ദൗത്യം കഴിഞ്ഞ് മടങ്ങിയെത്തിയ ശേഷമായിരുന്നു ഇത്. എന്നാൽ സുനിത മുഖ്യമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ കൂട്ടാക്കിയില്ലെന്ന് അന്നത്തെ ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ടും വെളിപ്പെടുത്തുന്നുണ്ട്. മോദിയും സുനിതയും തമ്മിൽ കൂടിക്കാഴ്ച നടത്താൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ശ്രമം നടത്തിയെങ്കിലും അവർ അനുകൂലമായി പ്രതികരിച്ചില്ലെന്നും റിപ്പോർട്ട് പറയുന്നു. ഇതിന്റെ തുടർച്ചയായി സംസ്ഥാനത്തിന്റെ അതിഥി എന്ന നിലയ്ക്ക് സുനിതയ്ക്ക് അനുവദിച്ചിരുന്ന പ്രോട്ടോകോൾ മോദി സർക്കാർ നീട്ടിക്കൊടുത്തില്ല. എന്നാൽ പോലീസ് പൈലറ്റ് വാഹനം അനുവദിച്ചു. അഹമ്മദാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത് തൊട്ട് ഗുജറാത്ത് സർക്കാരിന്റെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്യാമെന്നായിരുന്നു ഉദ്യോഗസ്ഥർ അറിയിച്ചിരുന്നത്. ഈ ഓഫർ പക്ഷേ സുനിത നിരസിക്കുകയായിരുന്നുവെന്നും ടൈംസ് ഓഫ് ഇന്ത്യ റിപ്പോർട്ട് പറയുന്നുണ്ട്. ഹരേൻ പാണ്ഡ്യയുടെ ഭാര്യ ജാഗൃതി പാണ്ഡ്യയ്ക്കൊപ്പം ഒരു ദിവസം മുഴുവൻ സുനിത ചിലവഴിച്ചെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സർക്കാർ സ്വീകരണം ഒരുക്കാത്തതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളോട് ഇതേ മാധ്യമത്തോട് തന്നെ അവർ അന്ന് പ്രതികരിക്കുന്നുമുണ്ട്. ഇവിടുത്തെ സർക്കാരിനെ കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചും തനിക്ക് ഒന്നും അറിയില്ലെന്നായിരുന്നു സുനിത പ്രതികരിച്ചത്. എന്നാൽ ഹരേൻ പാണ്ഡ്യയുടെ കൊലപാതകം ശരിക്കും ഞെട്ടിക്കുന്നതാണെന്നും അവർ ടൈംസ് ഓഫ് ഇന്ത്യയോട് അന്ന് പറഞ്ഞിരുന്നു. ഒരു കാലത്ത് ഗുജറാത്ത് BJPയിലെ അധികായനായിരുന്നു ഹരേൻ പാണ്ഡ്യ. ഗുജറാത്തിൽ കേശുഭായ് പട്ടേൽ സർക്കാരിലും അതിനുശേഷം വന്ന മോദി സർക്കാരിലും രണ്ടാമനുമായിരുന്നു. 2 സർക്കാരിലും ആഭ്യന്തരമന്ത്രി, സർക്കാരിലും പാർട്ടിയിലും അത്രയും കരുത്തൻ. RSSൽ ശക്തമായ ബന്ധങ്ങളും പ്രവർത്തന പശ്ചാത്തലവും ഉണ്ടായിരുന്നു ഹരേണിന്. 2001 പാർട്ടിയിൽ മോദിയും ഹരേൻ പാണ്ഡ്യയും തമ്മിൽ പോരുമുറുകുന്നത്. മോദിയുടെ ഇലക്ട്രൽ അരങ്ങേറ്റത്തിനായി എലിക്സ് ബ്രിഡ്ജ് നിയമസഭാ മണ്ഡലം ഹരേൻ ഒഴിഞ്ഞു കൊടുക്കാത്തതായിരുന്നു തർക്കത്തിന് തുടക്കം. മോദി BJPയിൽ പിടിമുറുക്കിയതോടെ പാർട്ടിയിലെ വിമത സംഘത്തിന്റെ കേന്ദ്രമായി മാറി ഹരേൻ. എന്നാൽ 2002 ഗുജറാത്ത് കലാപത്തിന് പിന്നാലെയാണ് ഇവർ തമ്മിലുള്ള ഭിന്നത മൂർച്ഛിച്ചതും അത് പരസ്പര വൈരത്തിലേക്ക് മാറിയതെന്നുമാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ നേതൃത്വത്തിലുള്ള സ്വതന്ത്ര സമിതിക്ക് ഹരേൻ പാണ്ഡ്യ നൽകിയെന്ന് പറയപ്പെടുന്ന രഹസ്യ മൊഴിയായിരുന്നു വലിയ കോളിളക്കമായി മാറിയത്. മോദിക്ക് കലാപത്തിൽ പങ്കുണ്ടെന്നും മുസ്ലിങ്ങളെ ആക്രമിക്കാൻ ഹിന്ദു ആൾക്കൂട്ടത്തിന് പ്രോത്സാഹനം നൽകിയെന്നും ആ മൊഴിയിൽ വെളിപ്പെടുത്തിയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത്. ഇതിന് പിന്നാലെയാണ് ഹരേണിനെ ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റുന്നത്. 2002 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് ടിക്കറ്റ് നൽകിയതുമില്ല. ഇതെല്ലാം ചേർത്ത് വെച്ച് മോദി ഹരേൻ ഏറ്റുമുട്ടലുമായി ബന്ധപ്പെട്ട വാർത്തകളും വന്നിട്ടുണ്ട്. പിന്നീട് ഹരേണിനെ പാർട്ടിയുടെ ദേശീയ ദൗത്യത്തിന്റെ ഭാഗമായി ഡൽഹിയിലേക്ക് അയക്കാനും നീക്കമുണ്ടായിരുന്നു. എങ്കിലും അദ്ദേഹം ആ ഓഫർ നിരസിക്കുകയായിരുന്നു അത്രേ. ഇതെല്ലാം നടന്ന ഏതാനും മാസങ്ങൾക്ക് ശേഷമാണ്, അഥവാ 2003 മാർച്ച് 26 ഒരു പതിവ് മോർണിംഗ് വാക്കിനിടയിൽ അഹമ്മദാബാദിൽ ഹരേൻ പാണ്ഡ്യ കൊല്ലപ്പെടുന്നത്. ഹരേൻ കൊലക്കേസിൽ ആദ്യം ലഷ്കർ എ തോയ്ബ ബന്ധം ആരോപിക്കപ്പെട്ടിരുന്നു. ഗുജറാത്ത് കലാപത്തിനുള്ള പ്രതികാരമായിരുന്നു കൃത്യമെന്നാണ് അന്വേഷണ സംഘങ്ങൾ ചൂണ്ടിക്കാട്ടിയത്. 2007 ഗുജറാത്ത് വിചാരണ കോടതി 12 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. എന്നാൽ അന്വേഷണത്തിൽ ഗുരുതരമായ പിഴവുണ്ടെന്ന് കാണിച്ച് 2011 ഗുജറാത്ത് ഹൈക്കോടതി വിചാരണ കോടതി ഉത്തരവ് റദ്ദാക്കി. പോലീസും CBIയും ചേർന്ന് തെളിവുകൾ കെട്ടിച്ചമച്ചെന്നും കുറ്റവാളികൾ ആരാണെന്ന് ഇനിയും തെളിയിക്കാനായിട്ടില്ലെന്നും കോടതി തുറന്നടിച്ചു.
ഹരേൻ പാണ്ഡ്യയുടെ പിതാവ് വിത്തൽ പാണ്ഡ്യ മോദിക്കെതിരെ നിരന്തര വിമർശനങ്ങളുമായി രംഗത്തെത്തിയിരുന്നു. കേസിലെ അന്വേഷണം മോദി തുടർച്ചയായി അട്ടിമറിക്കുകയാണെന്നായിരുന്നു അദ്ദേഹം ആരോപിച്ചത്. യഥാർത്ഥ പ്രതികളെ മോദി സംരക്ഷിക്കുകയാണെന്നും ആരോപണങ്ങളുണ്ടായിരുന്നു.